ഹാപ്പി വിഷു. വിഷു സദ്യ. അച്ഛമ്മ കളിയാൻ എന്താ ഫോട്ടോ അങ്ങനെ നമ്മുടെ വിഷു ബ്ലോഗാണിത് കേട്ടോ. കേക്കണ്ട കളറ് ഒരു കാര്യം പറഞ്ഞാ ഇത് രാത്രി പകരം പൊട്ടിപ്പിച്ചു. ഞാൻ മനക്കേണ്ടേ മനക്കേണ്ടേ കുത്തിരിയോടെ തോത്തിക്കണോ? എത്തിച്ചാ അടുത്തെത്തിച്ചാ കണ്ടോ നോക്കോ ഇല്ല. ആ വൈഡാ എങ്ങനെയാണെങ്കിലും അങ്ങനെ തന്നെ അടിക്കടിക്കോ. അങ്ങോട്ട് മാറിക്കോ ഉള്ളു പോന്നോ? കല്ലുമഴ കട്ടയിക്കോ എത്തിച്ചാ കത്തിക്കുന്ന സാധനം മോനെ ഇവിടെ കേട്ടോ അവിടെ പോയി നിൽക്കല്ലേ അയ്മൊക്കെ ഉടക്കിട്ടോ അയ്മൊക്കെ ഉടക്കി അതെ അവിടേക്ക് പോകും. റോക്കറ്റ് വിക്ഷേപണം പോയിട്ട് കാണാം അവിടെ കയറും. സൈന കാണാനില്ല. കമ്പിച്ചിട്ട്
നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ്, ഈ വീട്ടിലെ കുട്ടിയാണ്. വേണ്ടേ ചോട്ടോ അല്ല അല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് അതെന്തിനുള്ള ആ ആ കത്തിച്ചോളൂ. അതാ വരണേ വരണേ. കയ്യിന്റെ അറിവില് ഓടി. ഹാപ്പി വിഷു. അപ്പം നമ്മുടെ വിഷു പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് പൊട്ടിക്കാൻ. പകലായി, ഒരു ഏകദേശം 5:30 6 മണിയായി. എന്തായാലും ഇനി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടില്ല. ഇതെല്ലാരും കൊടുത്താ അവിടെ സന്ധ്യേട്ടനുണ്ടോ? രണ്ടെണ്ണം ഒരുമിച്ച് കത്തിക്കുന്നു. അതല്ലേ സ്നേഹ നായരുടെ ഓണസദ്യ, വിഷു സദ്യ. അപ്പൊ നമ്മളിപ്പോ വിഷു സദ്യ കഴിക്കാണ്. നല്ല അടിപൊളി സദ്യയാണ്. കഴിക്കട്ടെ. ഐറ്റംസ് ഒക്കെ കാണിച്ചു. അതെ, എന്താ എല്ലാം ഉണ്ടല്ലേ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇന്ത്യ സ്പെഷ്യൽ. ഞാൻ കഴിക്കില്ല, അങ്ങോട്ടൊക്കെ ഞാൻ കഴിക്കില്ല. ഞാൻ വെജാണ്. പ്രത്യേക ദിവസം മാത്രം ചിക്കനും മീനും കഴിക്കാത്ത സംഗീ സ്നേഹം. അപ്പൊ
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷു വ്ലോഗ് തീരുകയാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാൽ ഫുള്ള് പടക്കം പൊട്ടിക്കലെന്നൊന്ന് കാര്യമായിട്ട് പടക്കം പൊട്ടിച്ചു. സംഭവങ്ങൾ ഫുള്ള് കഴിഞ്ഞു. സത്യം പറഞ്ഞല്ലോ ഞങ്ങൾ 4:15 എണീച്ചു. 4:15 എണീച്ചിട്ടാണ് തുടങ്ങിയത്. 4:15 4:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റു, കണി കണ്ടു. പിന്നെ ഫുള്ള് ഒരു 7-7:30 വരെ പടക്കം പൊട്ടിച്ചു. വെളിച്ചത്തും കൂടിയൊക്കെയാണ് ഞങ്ങൾ പൂത്തിരിയും പൂക്കുറ്റിയൊക്കെ കത്തിച്ചത്. അങ്ങനെ അത്രയ്ക്ക് സാധനങ്ങളുണ്ടായിരുന്നു. തീരണേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ കത്തിച്ച് ഞങ്ങൾ ഫുള്ള് ഭയങ്കര ആഘോഷമായിരുന്നു. ഫുള്ള് മറ്റേ മാലപ്പടക്കം, പൂക്കുറ്റിന്റെ മുകളിൽ പോയിട്ട് പൊട്ടുന്ന സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനം. ചൈനീസ് പടക്കങ്ങളാണ് കൂടുതലുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് വന്നപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് സദ്യ ഇപ്പോൾ സദ്യൻ്റെ വീഡിയോ ഉണ്ടല്ലോ, കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്ന് മയങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇപ്പോൾ പുറത്ത് ഇറങ്ങാൻ വന്നിരുന്നു. അപ്പോൾ ഏകദേശം 10:30 ഞങ്ങൾ പുറത്തൊന്ന് ഇറങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി. വിഷുവൊക്കെ അല്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഇപ്പോൾ ഉണ്ട്. ഇത് ഇന്നലെ ഞാൻ എൻ്റെ ഹെയർ വെട്ടിയതാണ്. മുന്നിൽ ജസ്റ്റ് സിമ്പിളായിട്ട് ഞാനൊന്ന് വെട്ടിയത്. എനിക്ക് ഇങ്ങനെ മുന്നിലൊന്ന് വെട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നും ഒരേപോലത്തെ മുഖമല്ലേ കാണിക്കുന്നത്, വെറൈറ്റി ആയിട്ട് ഒരു വൃത്തികെട്ട കോലാക്കല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ മുന്നിൽ വെട്ടി, താഴെയും വെട്ടി, ടോണിയൻ കയ്യിൽ പോയിട്ടാണ് വെട്ടിയിരുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്തു, ഇന്നലെ ചെയ്ത്. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ പരിപാടി. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോട്ടെ. ഓക്കേ.